മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. നടത്തും അക്കരെ ഞാൻ ചേരും വരെയും തൃക്കരങ്ങളെന്നെ നടത്തും അക്കരെ ഞാൻ ചേരും വരെയും. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവനെ ശ്രവിക്കുന്ന എല്ലാ മോർണിംഗ് വോയിസ് സ്നേഹിതർക്കും സൗരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വർഷം നമുക്ക് ഫലകരമായി തീരണമെങ്കിൽ, ഈ വർഷം നമുക്ക് പ്രയോജനകരമായി ഭവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. 143-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ ഒരു വാക്യം പറയുന്നതായി നാം കാണുന്നു. അതിങ്ങനെയാണ്: ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അറിയുക മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ പഠിപ്പിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മാത്രമല്ല, ആ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടം എന്തൊക്കെയാണ് എന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സന്തോഷമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ഏതൊക്കെ കാര്യങ്ങളിൽ സന്തോഷിക്കണം എന്ന് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ നാം പ്രാർത്ഥിക്കണം എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കുക. അപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. മാത്രമല്ല, പ്രാർത്ഥനയുടെ ഉത്തരം കണ്ടും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ നമുക്ക് കഴിഞ്ഞ വർഷക്കാലം സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഈ പുതിയ വർഷത്തിൽ ഒരു പ്രതിജ്ഞ നമുക്ക് ചെയ്യാം. കർത്താവേ, ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കും, അവിടെ നൽകുന്ന ഉത്തരങ്ങളെ കണ്ട് ഞാൻ സന്തോഷിക്കും. ആ തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല, 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പി വിശ്വാസികളുടെ വിശ്വാസ ജീവിതം അപൂർത്തിപ്പെടാൻ വേണ്ടി തന്റെ ജീവനെ കൊടുക്കാൻ പോലും താൻ സന്തോഷിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന്റെ അപൂർത്തിക്കായിട്ട് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയണം. മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന്റെ അപൂർത്തിക്ക് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം. 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നമ്മുടെ സന്തോഷത്തിന്റെ മേഖല കർത്താവിലാണ്. ലോകത്തിലെ സാഹചര്യങ്ങളിലോ സമ്പത്തിലോ സാധനങ്ങളിലോ ഈ കാണുന്ന ഭൗതിക വസ്തുക്കളിലോ അല്ല നമ്മുടെ സന്തോഷം. ആ സന്തോഷമൊക്കെ താൽക്കാലികമാണ്. കർത്താവിലുള്ള സന്തോഷം അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സന്തോഷമാണ്. കർത്താവിലുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ ആ അനുഗ്രഹങ്ങളുടെ, ആ സുരക്ഷിതത്വത്തിന്റെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ പ്രത്യാശയിലുള്ള വലിയ സന്തോഷമാണ്. കർത്താവുമായുള്ള ബന്ധത്തിലുള്ള സന്തോഷത്തെ തകർക്കാൻ ഈ ലോകത്തിലുള്ള ഓരോ ശക്തിക്കും കഴിയുന്നതല്ല. രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരാം ഈ വർഷക്കാലവും. എന്നാൽ കർത്താവിലുള്ള ബന്ധത്തിൽ നാം സന്തോഷിച്ചാൽ അതെ, നമുക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാം. ഹബക്കൂക്ക് പറയുന്ന പോലെ, അത്തിവർഷം ഫലം തന്നില്ലെങ്കിലും, മുന്തിരിവള്ളി അതിന്റെ അനുഭവം തന്നില്ലെങ്കിലും, ഗോശാലയിൽ ആടുമാടുകളും പശുക്കളും ഒന്നും ഇല്ലെങ്കിലും ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയും. അതാണ് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള സന്തോഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല,
പ്രശ്നങ്ങൾ കൂടാതെ സഭയായി മുന്നോട്ട് പോകുവാൻ ഐക്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സന്തോഷം. 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അവിടെ ഭിന്നതയുള്ളതായിരുന്ന ഫിലിപ്പിയ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഭിന്നതകളെല്ലാം കഴിഞ്ഞ് ഏകചിന്തയോടെ ഇരിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. ഏകചിന്തയോടെ ദൈവമക്കൾ ഒരുമിച്ച് പോയി കഴിയുമ്പോൾ അവിടെ ആത്മീയ സന്തോഷം ഉണ്ടാകും. സംശയമില്ല, നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. രണ്ടാമതായിട്ട് ഇവിടെ പൗലോസ് പറയുന്നത് നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്നാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, മറ്റൊരു ജോലിയും ചെയ്യാതിരിക്കുക എന്നല്ല. കർത്താവ് പറയുന്നുണ്ടല്ലോ, മത്തായി 6:7-8 പറയുമ്പോൾ അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കുമെന്ന് കരുതരുത്. അതിഭാഷണം അല്ല ഇവിടെ ആശയം. പിന്നെ എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, നാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. കർത്താവ് ലൂക്കോസ് 11 പറയുന്നുണ്ടല്ലോ, ആ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ആ ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ ചോദിക്കുന്നിടത്തോളം കൊടുക്കുന്നു. അവിടെ നാം വായിക്കുന്നുണ്ട്, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ ലഭിക്കും. ലഭിക്കുവോളം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ പൂർണ്ണശ്രദ്ധയുള്ള. പൗലോസ് എഫേസ്യർ 6:18 പറയുന്നുണ്ടല്ലോ, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ ശ്രദ്ധയുള്ളവരായിരിക്കുക. ഈ വർഷക്കാലം ഒരു ദിവസം പോലും മുടക്കാതെ ദാവീദ് പറയുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ നമ്മൾ ജാഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ഉറ്റിരുന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എപ്പഫ്രാസിനെ കുറിച്ച് വായിക്കുന്നത്, ഫിലിപ്പിയിലും കൊലോസ്യയിലും മറ്റ് സഭകളിലുള്ള വിശ്വാസികൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ ഇടപെടാതെ അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു, അവൻ പ്രാർത്ഥനയിൽ വളരെ പ്രാണത്യാഗത്തോളം വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടുവാനുള്ള ഉത്തരവാദിത്വം ഈ വർഷക്കാലം നമുക്ക് നിറവേറ്റുവാൻ കഴിയേണ്ടതാണ്. മാത്രമല്ല, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ദൈവത്തിന് ഇഷ്ടം എന്താണ്? എല്ലാറ്റിനും അനുകൂലമായ സാഹചര്യങ്ങൾക്ക് മാത്രമല്ല, പ്രതികൂലമായ സാഹചര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും സ്തോത്രം ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. മനുഷ്യർക്ക് അവർക്ക് നന്മ ചെയ്യുമ്പോൾ, നന്മ ലഭിക്കുമ്പോഴാണ് അവർ നന്ദിയുള്ളവരാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും സ്നേഹവാനായ കരുണയുള്ള ദൈവം അനുവദിക്കുന്നതാ. അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവത്തിന് മാറ്റുവാൻ കഴിയുന്നു. അതോർക്കുമ്പോൾ നമുക്ക് നന്ദി അറിയുവാനായിട്ട് സാധിക്കും. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ അവിടെയുള്ള ജനത്തിന്റെ ഒരു പ്രത്യേകത, അവർ നന്ദിയില്ലാത്തവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, റോമർ 1:21 പൗലോസ് പറയുന്നുണ്ട്, അവിശ്വാസ ലോകം അവർ ദൈവത്തെ ദൈവമെന്നോർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയും ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ഒരു സ്വഭാവം അവരെ എല്ലാറ്റിനും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നന്ദി നാം കാണിച്ചാൽ ദൈവം കൂടുതൽ നന്ദി തരുവാനായിട്ട് കഴിയും. നമുക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹം നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് ആ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക, സ്തോത്രത്തെ കവിഞ്ഞിരിക്കുക, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തോത്രത്തോടെ ജാഗരിക്കുക. സ്തോത്രം നന്ദിയുടെ ഒരു പ്രകടനമാണ്. നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് നമുക്ക് ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങൾക്കും ദൈവം അനുവദിച്ച എല്ലാ നന്മകൾക്കും കഴിഞ്ഞ വർഷക്കാലം നടത്തിയെന്ന് മാത്രമല്ല, ഈ വർഷക്കാലം നടത്താൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കൂടുതൽ നന്ദി പറയാനുള്ള അവസരം ദൈവം ഒരുക്കി തരും. അങ്ങനെ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം, എപ്പോഴും സന്തോഷിക്കാം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏതു നേരത്തും കൂടെ വരും, എന്റെ ഖേദങ്ങൾ തീർത്തു തരും. ഏതു നേരത്തും കൂടെ വരും, എന്റെ ഖേദങ്ങൾ തീർത്തു തരും. എത്ര നല്ല
മാത്രമീശോ എനിക്കെന്നും മതിയായവൻ. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. തൃക്കരങ്ങൾ